നമ്മളെല്ലാവരും ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്ത ഒരു സൈക്കോളജിക്കൽ ഗ്ലിച്ചിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ മെയിൻ ടോപ്പിക്. ദേജാവു. ദേജാവു അല്ലാതെ ദേജാവുവിൻ്റെ സിസ്റ്റേഴ്സും ബ്രദേഴ്സൊക്കെ ആയിട്ട് ബാക്കി ഗ്ലിച്ചസ് കൂടെ ഉണ്ട്. അതുകൂടെ നമ്മൾ പറയുന്നുണ്ട്. ഒരു സിറ്റുവേഷൻ ആദ്യം ഇമാജിൻ ചെയ്യാം. നിനക്ക് വേറൊരു സ്ഥലത്ത് ജോലി കിട്ടി, ബാംഗ്ലൂർ ജോലി കിട്ടി. അപ്പോൾ നീ ബാംഗ്ലൂർ ജോലിക്ക് വേണ്ടി പോയി, റൂമൊക്കെ സെറ്റായി, ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ പോയിരിക്കുകയാണ്. നീ ആ ഷോപ്പ് കീപ്പർ ആദ്യമായിട്ടാണ് കാണുന്നത്, ആ പ്ലേസിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരു കട നിനക്ക് പരിചയമില്ല, നീ ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ പോകുന്നത്. പക്ഷെ അയാൾ നിനക്ക് വേണ്ടി അരിയൊക്കെ തൂക്കി ആ ഡിജിറ്റൽ വേസ്റ്റ് സ്കെയിലിൽ വെക്കുന്ന സമയത്ത് ബ്രെയിനിൽ പെട്ടെന്നൊരു ഫീലിംഗ്, ഈ സംഭവം ഞാൻ മുന്നേ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഇയാളെ എനിക്ക് മുന്നേ എവിടെയോ പരിചയമുണ്ടല്ലോ, ഇതേപോലത്തെ എക്സാക്ട്ലി ഒരു ഇൻസിഡൻറ്റ് എനിക്ക് മുന്നേ ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. ഇതാണ് ദേജാവു. ഇതെങ്ങനെയാണ് ബ്രെയിനിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നല്ല അടിപൊളി ഒരു ഫിനോമിനനാണ്. നമുക്ക് നല്ല ക്യൂരിയസ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയൊരു ഫിനോമിനനാണ്. അതിനാദ്യം നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഡീപ്പായിട്ട് നോക്കണം. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫീലിംഗ് വരുന്നതെന്നുണ്ടെങ്കിൽ, നമ്മുടെ ബ്രെയിനിൽ എല്ലാ കാര്യങ്ങളും ടൈം വെച്ച് കൺട്രോൾ ചെയ്യുന്നത് ടെമ്പോറൽ ലോബ് എന്ന് പറഞ്ഞൊരു ബ്രെയിനിൻ്റെ പാർട്ടാണ്. ടൈമിങ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മളൊരു സിനിമ കാണുമ്പോൾ ആ സിനിമയുടെ ഓഡിയോയും വീഡിയോയും സിങ്ക് ആവുന്നുണ്ട്. കറക്റ്റ് അല്ലേ? അവർ ഓൾറെഡി ഓഡിയോ വീഡിയോ സിങ്ക് ആക്കിയിട്ടാണ് തരുന്നത്. നീ പറയുന്ന കാര്യങ്ങൾ എനിക്ക് കേൾക്കുമ്പോൾ ആ ഓഡിയോയും നിൻ്റെ വിഷ്വലും മാച്ച് ആവുന്നുണ്ട്. അങ്ങനെയാണ് കറക്റ്റായിട്ട് സംഭവിക്കുന്നത്. ഇപ്പോൾ ഇടി പൊട്ടുന്നത് ഒരു സയന്റിഫിക് ഫിനോമിനൻ വഴിയാണ് ആദ്യം വിഷ്വൽ വരുന്നതും സൗണ്ട് പിന്നെ വരുന്നതും. ബിക്കോസ് ലൈറ്റ് ട്രാവൽസ് മോർ സ്പീഡ് ഫാസ്റ്റർ ദാൻ സൗണ്ട്. പക്ഷെ ഒരു ജനറൽ കേസിൽ എപ്പോഴും ഓഡിയോയും വീഡിയോ ഒരുമിച്ചാണ് നമുക്ക് ടൈമിംഗ് കിട്ടുക. ചില സമയത്ത് ഈ ടെമ്പറൽ ലോബ് പണിമുടക്കും. ടെമ്പറൽ ലോബ് പണിമുടക്കുമ്പോൾ ആദ്യം ഓഡിയോ കയറിപ്പോവും. എവിടെ കയറിപ്പോവും? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ സെൻസറി ഇൻപുട്ടും തലാമസ് വഴി, തലാമസ് നിന്ന് കോർട്ടെക്സ് വഴി, കോർട്ടെക്സ് നിന്ന് ഹിപ്പോകാമസിലേക്കാണ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. ഈ ഹിപ്പോകാമസിലേക്ക് സ്റ്റോർ ചെയ്യാൻ ഓഡിയോ ആദ്യം കയറിപ്പോവും അങ്ങോട്ട്. വിഷ്വലി ഒരു മൈക്രോ സെക്കൻഡ്സ് ഡിലേ. ഈ പറയുന്ന പോലെ 5 സെക്കൻഡ് 10 സെക്കൻഡ് ഡിലേ ഒന്നുമില്ല, മൈക്രോ മില്ലി സെക്കൻഡ്സ് ഡിലേ ഉള്ളൂ. ഈ ഓഡിയോ ആദ്യം കയറിപ്പോകുന്നതിൻ്റെ കാരണം എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടും ഹെവി ഡോപ്പമിൻ റിലീസുള്ള സമയത്ത് നമ്മൾ ഇരിക്കുന്നേ വിചാരിക്കുക. നമ്മുടെ ന്യൂറോൺസിൻ്റെ പുറത്ത് ഒരു ഇൻസുലേഷൻ ഉണ്ട്. അതിനെ മൈലിൻ എന്നാണ് പറയുക. ഇപ്പോൾ ഇലക്ട്രിക്കൽ കേബിളിൽ ഒരു ഇൻസുലേഷൻ കോട്ടിംഗ് ഉള്ളതുപോലെ, അത് എന്തിനാ? ആ കറണ്ട് പുറത്ത് പോകാതിരിക്കാനാണ് ആ ഇൻസുലേഷൻ കോട്ടിംഗ് ഉള്ളത്. അതേപോലെ ന്യൂറോൺസ് എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ പൾസസ് ആണ്. അത് പുറത്തേക്ക് പോകാതിരിക്കാനാണ് ഈ മൈലിൻ എന്നുള്ള കോട്ടിംഗ് ഉള്ളത്. ഈ ഇലക്ട്രിക്കൽ പൾസസ് വേറെ റൂട്ട് ഡിസ്ചാർജ് ചെയ്ത് ലീക്കായിട്ട് ആദ്യം ഹിപ്പോകാമസിലെത്തും. ഓഡിയോ ആദ്യം എത്തും, വിഷ്വല് പിന്നെ എത്തുള്ളൂ. അപ്പോൾ ബ്രെയിൻ എങ്ങനെ പ്രോസസ് ചെയ്യുക? ഈ ഹിപ്പോകാമസിലേക്ക് ആദ്യം എത്തിയത് ലോങ് ടേം മെമ്മറിയിലാണ് സ്റ്റോർ ആവുക. നമുക്ക് 2 ടൈപ്പ് മെമ്മറിയുള്ള, ലോങ് ടേം മെമ്മറി ഉണ്ട്, ഇൻസ്റ്റന്റ് ആയിട്ട് വേണ്ട റാമും റോമും, കമ്പ്യൂട്ടറിന്റെ പോലെ തന്നെ. ഇപ്പൊ വേണ്ട കാര്യങ്ങൾ ഓർത്തു വെക്കാൻ ഒരു റാൻഡം ആക്സസ് മെമ്മറി ഉണ്ട്. ഇപ്പൊ ഞാനൊരു നമ്പർ ആലോചിക്കുകയാണ്, 3252. ഞാൻ 3252 പറഞ്ഞാൽ കുറച്ച് നേരം ഓർമ്മ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ അത് മറന്നു പോകും. പക്ഷെ അതല്ലാതെ നമുക്ക് ഡീപ്പായിട്ടുള്ള മെമ്മറി സ്റ്റോർ ചെയ്യാനുള്ളതാണ് ലോങ് ടേം മെമ്മറി. ഇങ്ങനെ ലീക്കായി പോകുന്ന ഡാറ്റ ഐദർ ഓഡിയോ വിഷ്വലോ ആദ്യം ലോങ് ടേം മെമ്മറി പോയിട്ട് സ്റ്റോർ ആവും, ലീക്കായിട്ട്, ന്യൂറോൺസ് ലീക്കായിട്ട്. അപ്പോൾ ബ്രെയിൻ ഇതിനെ പ്രോസസ് ചെയ്യും, ലോങ് ടേം മെമ്മറിയിൽ നിന്ന് അതിനെ റിട്രീവ് ചെയ്യുക, ഇന്റർസെപ്റ്റ് ചെയ്യുക. ഇത് മുന്നേ നടന്നിട്ടുണ്ടല്ലോ എന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് ഈ ഇൻപുട്ട് ആദ്യം എത്തിയതുകൊണ്ട് ബ്രെയിൻ അങ്ങനെ പ്രോസസ് ചെയ്യും. ഇതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. നമുക്ക് വരുന്ന, ഇൻ ഷോർട്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വരുന്ന എല്ലാ സെൻസറി ഇൻപുട്ടിനെയും നോർമലി തലാമസ് നിന്ന് കോർട്ടെക്സ് വഴി, കോർട്ടെക്സ് നിന്ന് ഹിപ്പോകാമസിലേക്ക് അങ്ങനെ എത്തണ്ടേ. ഈ പറഞ്ഞ ഇൻസുലേഷൻ്റെ ലീക്കേജ് കാരണം ചില മെമ്മറീസോ ചില ഇൻസൈറ്റുകളോ പെട്ടെന്ന് തന്നെ ഹിപ്പോകാമസിലെത്തും. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ബ്രെയിൻ ആദ്യം അത് എവിടെയോ ഉള്ളതുപോലൊരു ഫീലിംഗ് വന്നിട്ട് ഒരു 5 സെക്കൻഡ് 6 സെക്കൻഡ്സിന് നമുക്ക് ദേജാവു എന്ന് പറഞ്ഞ ഫീലിംഗ് തോന്നും. ഇതാണ് ബ്രെയിനിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത്. ഇനി ദേജാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ക്ലിയർ ആയിട്ട് ഞാൻ ഈ പറഞ്ഞ പോയിന്റ് സ്റ്റഡീസ് പ്രൂവ് ചെയ്ത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, ചെറുപ്പം മുതലേ കണ്ണ് കാണാത്ത ആൾക്കാർ, അവരും ദേജാവു എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ബ്രെയിനിൻ്റെ ഒരു കളിയാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യുന്ന ഒരു ഫാക്റ്റാണ്. വിഷ്വലി ഉള്ള പ്രോബ്ലം അല്ല. നമ്മൾ കാണുമ്പോൾ, നമ്മൾ നേരിട്ടൊരു സംഭവം കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നില്ല ഇത് ബ്രെയിനിലുള്ള ഫയറിങ്ങിൻ്റെ പ്രോബ്ലം ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യുന്നതാണ്. ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ ഒബ്സർവ് ചെയ്യും.
ഈ ദേജാവു അവർക്ക് ഫീലിംഗ് ഉണ്ട്. ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ കാണുന്നില്ലല്ലോ, അവർക്ക് ബ്രെയിനിനുള്ളിലുള്ള ഹാപ്പനിങ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവർ കേട്ട ശബ്ദങ്ങളോ ആ ഒരു ഇൻസിഡൻറ്റ് ചിലപ്പോൾ അവർക്ക് മുന്നേ കേട്ടതുപോലെ ഫീൽ ആയി എന്നുള്ള സ്റ്റഡീസ് ഉണ്ട്. രണ്ടാമത് ഏറ്റവും കൂടുതൽ ദേജാവു ഒബ്സർവ് ചെയ്യപ്പെടുന്ന 15 to 30 ആ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കായിരിക്കും. അതിൻ്റെ റീസൺ എന്താണെന്നുണ്ടെങ്കിൽ അവരുടെ ബ്രെയിൻ ഭയങ്കര പ്ലാസ്റ്റിക് ആയിരിക്കും. പ്ലാസ്റ്റിക് മീൻസ് എപ്പോഴും ന്യൂറോപ്ലാസ്റ്റിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്കും ബ്രെയിൻ ഉണ്ടാവുക. ബ്രെയിൻ റീവയർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഫയറിങ് കൂടുതൽ സംഭവിക്കും. ഫയറിങ് കൂടുതൽ സംഭവിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും മിസ്ഫയർ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഓഡിയോയോ വിഷ്വലോ ആദ്യം കയറിപ്പോള്ള സാധ്യത ഉണ്ട്. അതുപോലെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരിലും കൂടുതൽ ഇത് കാണുന്നുണ്ട്. ട്രാവൽ ചെയ്യുമ്പോൾ ബ്രെയിനിന് എപ്പോഴും പുതിയ എക്സ്പീരിയൻസസ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ട്രാവലിംഗ് എന്ന് പറയുന്നത് എക്സൈറ്റ്മെൻറ്റുമായിട്ട് ലിങ്ക്ഡ് ആണ്, ഡോപ്പമീൻ ലിങ്ക്ഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ ദേജാവു കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് ടൈം ദേജാവു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ ഇത് എന്താ എൻ്റെ ബ്രെയിനിന് സംഭവിച്ചേ എന്നുള്ളത് ചിന്തിച്ച് ടെൻഷൻ അടിക്കാതെ ബ്രെയിനിനുള്ളിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സംഭവമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പോൾ ജെമിനയോ ചാറ്റ് GPT ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടിയിൽ എഴുതി കാണിക്കില്ലേ, AI ക്യാൻ മേക്ക് മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. അതേപോലെ ബ്രെയിനും ഒരു ഇൻ്റലിജൻറ്റ് മെഷീനാണ്. അതിനും ഇടയ്ക്ക് ചെറിയ ഗ്ലിച്ചസ് ഒക്കെ സംഭവിക്കും. അത് വളരെ നോർമലാണ്, അത് കൺസേൺ ആവേണ്ട വിഷയമില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് പറയുമ്പോൾ ബ്രെയിൻ ഗ്ലിച്ചസ് എന്നുള്ള സബ്ജക്റ്റ് പറയുന്ന സമയത്ത് നമ്മൾ സത്യം പറഞ്ഞ് വിചാരിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ കേൾക്കണ കാര്യമൊക്കെ നമ്മുടെ കൺട്രോളബിൾ ആണെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ. പക്ഷെ സത്യം പറഞ്ഞാൽ ഇത് ബ്രെയിനിൻ്റെ കളിയാണ്. ഒരു സിനിമ തിയേറ്ററിൽ പ്രൊജക്ടർ നമുക്ക് ഓണായി കഴിയുമ്പോൾ ആ സ്ക്രീനിൽ എന്താണോ തെളിയണേ അത് ആ ഡ്യൂട്ടിയാണ് ബ്രെയിൻ നമുക്ക് ചെയ്യണത്. ബ്രെയിൻ എന്താണോ നിനക്ക് പ്രൊജക്റ്റ് ചെയ്ത് തരുന്നത് അതേ നീ കാണുള്ളൂ, അതേ നീ കേൾക്കുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ഈ കാര്യത്തിനോട് ഓപ്പോസിറ്റ് ആയിട്ടൊരു സാധനമുണ്ട്. അതായത് ദേജാവുവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഗ്ലിച്ചാണ് ജാമേവു എന്ന് പറഞ്ഞിട്ട്. ജാമേവു നേരെ ഓപ്പോസിറ്റ്. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല പരിചയമുള്ളൊരു കാര്യം, നല്ല നമുക്ക് അറിയുന്നൊരു കാര്യം പെട്ടെന്ന് ഇത് അപരിചിതമായിട്ട് തോന്നും, സ്ട്രേഞ്ച് ആയിട്ട് തോന്നും. ഒരു ജസ്റ്റ് നിങ്ങൾ സങ്കല്പിക്കുക, നമ്മൾ വീട്ടിൻ്റെ മുറ്റത്ത് പോയി നിന്നിട്ട് വീട്ടിന് മുറ്റത്ത് നിന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. അപ്പം നമ്മൾ പല്ലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ജനലും വാതിലൊക്കെ നോക്കിയ സമയത്ത് കുറച്ച് നേരം തുറച്ചു കഴിഞ്ഞപ്പോൾ ഇതത്തെ സ്ഥലം ഇത് നമുക്ക് അങ്ങനെ നിങ്ങൾക്കൊരു തോട്ട് വന്നു വിചാരിക്കും. സ്പ്ലിറ്റ് സെക്കൻഡിൽ വന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും എനിക്കെന്തോ ഓർമ്മയ്ക്ക് പറ്റിയെന്ന്. സംഭവം അതല്ല, അത് ഈ ജാമേവു ഓടിക്കണതാണ്. ഇതിലൊരു നമുക്ക് ഫ്രഞ്ച് വാക്കുകളാണ്, ഫ്രഞ്ച് വാക്കുകളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. നമ്മുടെ പേര് അല്ലെങ്കിൽ നമ്മൾ ഇമ്പോസിഷൻ ചെയ്യുന്നുണ്ട് പണ്ടൊക്കെ, അതേപോലെ നമ്മുടെ പേരെടുത്തിട്ടൊരു കുറേ പ്രാവശ്യം ഒരു പേപ്പറിൽ എഴുതുക. കുറേ എഴുതി കഴിയുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റും. കാരണം നമ്മളിത് കുറേ നേരം എഴുതി പിന്നെ നമുക്ക് ഡൗട്ട് വരും, ഇതെന്താ ഞാൻ എഴുതിക്കൊണ്ടിരിക്കണേ, അങ്ങനെ ഡൗട്ട് വരും. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിലേക്ക് തന്നെ കൂടുതൽ ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ കുറേ നേരം ഫോക്കസ് ചെയ്യുക, ഒരു കാര്യം തന്നെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ബ്രെയിനിന് ഒരു ക്ഷീണം വരും, ഫാറ്റിക്. അപ്പം അങ്ങനെ ബ്രെയിനിന് ക്ഷീണിക്കണം. വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് ഫാറ്റിക് പോലെ ബ്രെയിൻ ഫാറ്റിക് ആവും. ആ സമയത്താണ് സംഭവം. ഇതിൽ ഞാനത് ബ്രെയിനിനുള്ളിൽ എന്താ സംഭവിക്കുന്നത് ക്ലീൻ ആയിട്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ആക്ച്വലായിട്ട് ഒന്ന് നടക്കണതും ഗ്ലിച്ചായതിന് ശേഷം ഒന്ന് നടക്കണം പറഞ്ഞുതരാം. ആക്ച്വലി ബ്രെയിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മളൊരു കാര്യത്തെ കണ്ടു, നമുക്ക് പരിചയമുള്ള നമ്മുടെ മെമ്മറിയിൽ കുറേ ഡാറ്റകളുണ്ട്. അതായത് നമുക്ക് കുറേ ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ഡാറ്റ ബ്രെയിൻ കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ച ഡാറ്റയാണ് നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ പേര്, നമ്മുടെ ഇതൊക്കെ നമുക്ക് ഓൾറെഡി പാറ്റേൺ റെക്കോർഡാണ്. പക്ഷേ ഇത് ഫെമിലിയർ ആണ് എന്ന് നമുക്ക് തരുന്നൊരു വികാരമുണ്ട്. ഫെമിലിയർ ആണെന്നുള്ള അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ ഈ നമ്മൾ ഡാറ്റയിൽ നിന്ന് സെർച്ച് ചെയ്ത കാര്യത്തിനെ ഇത് നമുക്ക് ഫെമിലിയർ ആണ്, ഇത് നമുക്ക് ഫെമിലിയർ ആയ ഒരു കാര്യമാണ് എന്നുള്ളത് ബ്രെയിൻ നമുക്ക് തിരിച്ചറിവ് ചെയ്യും, ഐഡന്റിഫൈ ചെയ്യും. നമുക്ക് പരിചയമുള്ള ബ്രെയിൻ പറഞ്ഞു തരും. ഈ രണ്ട് കാര്യം കൂടി ക്ലബ് ആകുമ്പോഴാണ് നമുക്ക് ഈ ഓർമ്മ സാധനങ്ങൾ തിരിച്ചു വരുന്നത്. അതായത് ഇത് നമ്മുടെ പരിചയമുള്ള ആൾ അല്ലെങ്കിൽ നമ്മുടെ പരിചയമുള്ള കാറ്, നമ്മുടെ പരിചയമുള്ള അത് നമുക്ക് തിരിച്ചു വരുന്ന രണ്ട് കാര്യം ക്ലബ് ആകുമ്പോഴാണ്. ഗ്ലിച്ച് വരുമ്പോൾ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിന് ഡാറ്റ സെർച്ച് ചെയ്തെടുക്കും, അത് ഇതെൻ്റെ പേരാണ് അല്ലെങ്കിൽ ഇതെടുക്കും. രണ്ടാമത്തെ ഈ ഫെമിലിയർ എന്നൊരു വികാരമില്ലേ, അതവിടെ കട്ടാവും. ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് നേരത്തേക്ക് കട്ടാവും. അപ്പോഴാണ് ഈ നമുക്ക് ഇത് തോന്നൽ വരിക, അയ്യോ ഇതെനിക്ക് പരിചയമില്ലല്ലോ. ചിലപ്പോൾ നമ്മൾ വല്ല വഴി കൂടെ സാധാരണ പോണ വഴിയായിരിക്കും, പെട്ടെന്ന് വയ്ക്കുമ്പോൾ ഇതെന്താ ഞാൻ ഇവിടെത്തി. പക്ഷെ അത് ഒന്നും സംഭവിച്ചിട്ടൊന്നുമല്ല, നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തൊരു ബ്രെയിനിൻ്റെ ഗ്ലിച്ചാണ് 99% ആൾക്കാരും ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒബ്സർവ് ചെയ്യുന്ന സാധനമാണ്. എൻ്റെ നാവിൻ്റെ തുമ്പത്തുണ്ട് ആ സാധനം, എനിക്ക് ആ പേര് കിട്ടുന്നില്ല എന്ന് എപ്പോഴും നമുക്ക് വരാറുള്ള സിറ്റുവേഷനാണ്.
ടിപ്പ് ഓഫ് ദ ടങ് എന്ന് തന്നെ പറയാം. ഫ്രഞ്ചിൽ പ്രസ്കേ വ്യൂ എന്ന് പറയും. ദേജാവു പോലെ പ്രസ്കേ വ്യൂ. ഇതെന്താ ഇൻസിഡൻ്റ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു നടനെ പറ്റി ആലോചിക്കുകയാണ്, ഒരു സിനിമാ നടനെ പറ്റി ആലോചിക്കുകയാണ്. ഒരു കോമൺ എക്സാമ്പിൾ, അയാൾ അഭിനയിച്ച പടങ്ങളൊക്കെ നിനക്കറിയാം. ആൻ മേരിയ കലിപ്പിലാണെന്ന് പറഞ്ഞ സിനിമയിൽ പിള്ളേരെന്തായാലും ആഗ്രഹം പറഞ്ഞാൽ നിങ്ങളുടെ നടത്തി കൊടുക്കണമെന്ന് അങ്ങനത്തെ ഒരു ഡയലോഗ് പറഞ്ഞതെന്ന് അറിയാം. ടൈഗർ എന്ന് പറഞ്ഞ മൂവിയിൽ സുരേഷ് ഗോപിയുടെ കൂടെ വില്ലനായിട്ട് അഭിനയിച്ച ആളാണെന്നറിയാം. അയാളുടെ മുഖം ഓർമ്മയുണ്ട്, എല്ലാം ഓർമ്മയുണ്ട്. അയാൾക്ക് റീസെൻ്റ്ലി കുറച്ച് കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. അയാളുടെ പേര് മാത്രം ഓർമ്മ കിട്ടുന്നില്ല. ഫസ്റ്റ് ലെറ്റർ എസ് ആണ് എന്ന് പറയാം. ആ സിദ്ദിഖ് എന്നുള്ള ആ വാക്കങ്ങോട്ട് കിട്ടുന്നില്ല. അത് നാവിൻ്റെ തുമ്പത്തുണ്ട്. അത് എന്തുകൊണ്ടാണ് ആ സിദ്ദിഖ് എന്നുള്ള വാക്ക് കിട്ടാത്തത്? നമ്മൾ ആലോചിച്ചെടുക്കാൻ നോക്കും തോറും നമുക്ക് വീണ്ടും അത് നമ്മൾ വിട്ടുപോകും. നമുക്ക് എത്ര ആലോചിച്ചാലും കിട്ടില്ല. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങിച്ചെന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ബ്രെയിനിൽ സംഭവിക്കുന്നത്. നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് ഒരു ഇൻഫർമേഷൻ, ഒരു അറിവിനെ ബ്രെയിൻ എങ്ങനെയാണ് ബ്രെയിനിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ ഈ പ്രോസസ്സ് മനസ്സിലാവും. 2 ലെയേഴ്സ് ആയിട്ടാണ് ബ്രെയിൻ എപ്പോഴും ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുക. ഒന്ന് ലെമ്മെ, പിന്നെ ഒന്ന് ലെക്സമെ. ലെമ്മെ എന്ന് പറയുന്നത് എപ്പോഴും ഹോൾ കോൺസെപ്റ്റിനെയാണ് ലെമ്മയിൽ സ്റ്റോർ ചെയ്യുക. ഇപ്പം നമ്മളൊരു ഫിലോസഫിയോ അല്ല ഒരു പുതിയൊരു പ്രോസസ്സോ പഠിക്കുകയാണെങ്കിൽ ആ പ്രോസസ്സിനെ കംപ്ലീറ്റ് അതിൻ്റെ കോറായിട്ടുള്ള കോൺസെപ്റ്റ് ഇല്ലേ, അത് അവിടെ സ്റ്റോർ ആവും. അതിൻ്റെ വാക്കുണ്ടാവുമല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രസ്കേ വ്യൂ എന്നിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, അല്ലെങ്കിൽ ഇതിന് മുന്നേ ദേജാവു എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ആ പേര് ലെക്സമേല സ്റ്റോർ ചെയ്യുക. ലെമ്മയിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, എനിക്ക് ഈ ഒരു സംഭവം മുന്നേ തോന്നിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്ന വികാരത്തിനെയാണ് ദേജാവു എന്ന് പറയുക എന്നുള്ള കോൺസെപ്റ്റ് ലെമ്മയിൽ സ്റ്റോർ ചെയ്യും. ദേജാവു എന്നുള്ള പേര് സ്റ്റോർ ചെയ്യുക ലെക്സമേലായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് പണ്ട് എപ്പോഴും ടീച്ചേഴ്സൊക്കെ പറയാറില്ലേ, നിങ്ങൾ ഉള്ളിൽ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുമെന്ന് പറയാറില്ലേ. ആ കോൺസെപ്റ്റ് ആണ് ഏറ്റവും ഡീപ്പായിട്ട് സ്റ്റോർ ആവുക. അതിൻ്റെ പേര് ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരണമെന്നില്ല. ഇപ്പം നമ്മൾ പണ്ടത്തെ ഒരു പഠിച്ച കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഓർത്തെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, ബാബു സാറൊക്കെ ട്യൂഷൻ എടുക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 1949 പാമ്പൻ ഫുൾ ടൂട്ട് ഗയ. എനിക്ക് ആ ഇമേജ് ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിൽ ഏത് പേജിലാണ്, ഏത് സൈഡ് ഓഫ് പേജിലാണ് അത് ഓർമ്മ പോകുന്നതെന്ന് അറിയാം. പക്ഷെ അത് ഏത് ചാപ്റ്റർ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ചാപ്റ്ററിന്റെ പേര് ഓർത്തെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ആ പേര് സ്റ്റോർ ചെയ്യുന്നത് ലെക്സമേലാണ്, ആ കോൺസെപ്റ്റ് സ്റ്റോർ ചെയ്യുന്നത് ലെമ്മയിലാണ്. അപ്പോൾ ബ്രെയിൻ ടിപ്പ് ഓഫ് ദ ടങ് ഫീൽ ചെയ്യുമ്പോൾ ലെമ്മയിലത്തെ ഡാറ്റ ക്യാപ്ചർ ചെയ്തെടുക്കും, ആ കോൺസെപ്റ്റ് ക്യാപ്ചർ ചെയ്തെടുക്കും. സിദ്ദിഖിന്റെ മുഖവും സിദ്ദിഖ് അഭിനയിച്ച പടങ്ങളും സിദ്ദിഖിന്റെ ഒരു ഓവറോൾ ബോഡി ലാംഗ്വേജ് ഒക്കെ ഓർമ്മ വരും. പക്ഷെ പേര് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ലെക്സമേലാണ്. ആ പേര് ഓർത്തെടുക്കാൻ കിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഒരു കാര്യത്തിന്റെ കുറച്ച് കാര്യങ്ങൾ ഓർമ്മ വരുന്നത്, ആ പേര് ഓർമ്മ കിട്ടാത്തത്. ഇതാണ് ബ്രെയിനിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത്. ഇനി ഇത് എന്തുകൊണ്ടാണ് ബ്രെയിൻ ഇങ്ങനെ മിസ്ഫയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്രെയിനിന് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതെന്ന് നമ്മൾ ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, 2 ടൈപ്പ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കൂടുതലുള്ള ആൾക്കാർക്കാണ് ഈ ടിപ്പ് ഓഫ് ദി ടങ് ഫ്രീക്വൻ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്ത്. ഒന്ന് അസറ്റോക്കൊലൈൻ, പിന്നെ ഒന്ന് കോർട്ടിസോൾ. കോർട്ടിസോളും അസറ്റോക്കൊലൈനും മെയിൻലി നമ്മൾ സ്ട്രെസ്ഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. നമ്മൾക്ക് എക്സാമിൻ്റെ ലാസ്റ്റ് 5 മിനിറ്റേ ബാക്കിയുള്ളൂ. ആ 5 മിനിറ്റിനുള്ളിൽ നമ്മൾ പഠിച്ച കാര്യം എസ്സേ നമ്മളാകെ 2 സെൻറ്റൻസ് എഴുതിയിട്ടുള്ളൂ. നമ്മളപ്പോൾ ഹൈ സ്ട്രെസ്ഡ് കണ്ടീഷനിലാണ്. അപ്പം നമ്മൾ ആ സാധനം ഓർത്തെടുത്ത് എഴുതാൻ നോക്കിയാൽ നമുക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ബിക്കോസ് കോർട്ടിസോളും അസറ്റോക്കൊലൈനും ഇൻക്രീസ് ആവും. ഇത് ഇൻക്രീസ് ആവുന്ന സമയത്ത് ലെക്സമേ എന്ന് പറയുന്നത് ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല. നമുക്ക് ആ വേർഡ്സ് കിട്ടില്ല, ആ വാക്കുകൾ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ നമുക്ക് ടിപ്പ് ഓഫ് ദ ടങ് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, വി ഷുഡ് കാം അവർ സെൽഫ് ഡൗൺ. നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് ബോക്സ് ബ്രീത്തിങ് ടെക്നിക്കൊക്കെ വെച്ചിട്ട്, ഇങ്ങനെ ബോക്സ് ബ്രീത്തിങ് ടെക്നിക്കൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ബ്രെയിനിനെ ഡെലിബറേറ്റ് ആയിട്ട്, എനിക്ക് സമയമുണ്ട്, ഒരു പ്രശ്നവുമില്ല, 5 മിനിറ്റ് സമയമല്ലേ അതിനുള്ളിൽ കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ വളരെ കാം ഡൗൺ ചെയ്ത്, വി ഹാവ് ടു ഡെലിബറേറ്റ്ലി മേക്ക് ദ അസറ്റോക്കൊലൈൻ ആൻഡ് കോർട്ടിസോൾ ലെവൽ ഡൗൺ. എന്നാൽ മാത്രമേ ഈ ഡോറ് തുറന്ന് ലെക്സമേലത്തെ ഡാറ്റ നമുക്ക് ക്യാപ്ചർ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് ടിപ്പ് ഓഫ് ദ ടങ് സംഭവിക്കുന്നത്. ആൻഡ് വേറൊരു ഫണ്ണി ആയിട്ടുള്ള പാട്ട് എന്താണെന്നുണ്ടെങ്കിൽ, ഇത് ഭയങ്കര കണ്ടേജിയസാണ്.
ഇപ്പം എനിക്കൊരു ആക്ടറിന്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല, അപ്പോൾ ഞാൻ നിന്നോട് പറയാണ്, എടാ ഇയാളെ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, മോഹൻലാലിന്റെ കൂടെ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അയാൾക്ക് റീസെന്റ് ആയിട്ട് ഒരു അവാർഡ്. അപ്പം നീ ആലോചിച്ചത് നിനക്കും ചിലപ്പോൾ കിട്ടില്ല, നീ സ്ട്രെസ്ഡ് ആയി. അപ്പം ഞാൻ അവിടെ നിനക്കൊരു ഇൻഫർമേഷൻ ഇത്ര സമയത്തുള്ളിൽ തരാൻ നിന്നെ ഡിമാൻഡ് ചെയ്യുക. പക്ഷെ നേരെ മറിച്ച് നീ വല്ല പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് ബസ്സിൽ ആ നടനായിരുന്നു അല്ലേ, എടാ എനിക്ക് ഓർമ്മ കിട്ടിട്ടോ ആ നടന്റെ പേര് ഇതായിരുന്നു നീ വിളിച്ചു പറയും. നമുക്ക് ചില പാട്ടുകളൊക്കെ ഇല്ലേ, നമ്മൾ ഭയങ്കര ഇഷ്ടത്തോടെ പണ്ട് കേട്ട പാട്ടായിരിക്കും, ആ പാട്ടിന്റെ മ്യൂസിക് ഒക്കെ നമുക്ക് ഈ പോയിന്റിൽ ഇങ്ങനെ വരുന്നത്, പക്ഷെ ആ പാട്ടിന്റെ പേര് ഓർമ്മ കിട്ടില്ല. ബിക്കോസ് പേരെല്ലാം സ്റ്റോർ ചെയ്യുന്നത് ലെക്സമേലാണ്. ആൻഡ് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് ടിപ്പ് ഓഫ് ദ ടങ്കിൽ എന്താണെന്നുണ്ടെങ്കിൽ, ഇത് ലാംഗ്വേജിന്റെ മാത്രം പ്രോബ്ലം അല്ല, വാക്കിന്റെ മാത്രം പ്രോബ്ലം അല്ല. സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നില്ലേ, ഇപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാർ, ഡംപായിട്ടുള്ള ആൾക്കാർ, സംസാരിക്കാൻ കഴിയാത്ത ആൾക്കാർ, അവർ സൈൻ ലാംഗ്വേജ് വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കയ്യിലുള്ള സൈൻ ലാംഗ്വേജ്. അവർക്കും ഈ ടിപ്പ് ഓഫ് ദി ടങ് വരും. അവർ ഏത് സൈനാണ് ഇപ്പോൾ കാണിക്കേണ്ടതെന്നുള്ളത് കൺഫ്യൂഷൻ ആയിട്ട് അവർക്ക് കിട്ടില്ല. സോ ഈ പ്രസ്കേവ്യൂ ടിപ്പ് ഓഫ് ദി ടങ്ങിനകത്ത് ബ്രെയിനിൽ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. സോ വെൻ യു ആർ സ്ട്രെസ്ഡ്, ഫൈനലി ഐ ആം ടെല്ലിങ്, നിങ്ങൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ സ്ട്രെസ്ഡ് ആക്കിയ ഡാറ്റ കിട്ടുമെന്ന് വിചാരിക്കുന്നത് വെറും മണ്ടൻ തെറ്റാണ്. പിന്നെയും കോർട്ടിസോൾ ലെവൽ ഇൻക്രീസ് ചെയ്യും. ലെക്സമേ എന്ന് പറഞ്ഞ ലെയർ നിങ്ങൾക്ക് തൊടാൻ പോലും പറ്റില്ല. ദ മോർ സ്ട്രെസ് യു മേക്ക്, ആ സമയത്ത് യു ഹാവ് ടു ഡൂ സം ബ്രീത്തിങ് ടെക്നിക്, ഓർ നമ്മൾ സ്വയം കാം ഡൗൺ ആയിട്ട് നമ്മൾ നമ്മുടെ ബ്രെയിനിനെ കൂൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കോർട്ടിസോൾ ലെവൽ താഴെ പോവും. വളരെ സിമ്പിളായിട്ട് ആ ഡാറ്റ എടുക്കുക. നമ്മൾ അതിനെക്കുറിച്ച് ഇഗ്നോർ ചെയ്യുക, എനിക്കിപ്പോൾ അത് വേണ്ട ആ ഡാറ്റ, കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് വിചാരിക്കുക, അപ്പോൾ തന്നെ വന്നോളും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇപ്പോൾ നീ പറഞ്ഞ ഈ പോയിന്റിൽ എനിക്ക് രണ്ട് കാര്യം കണക്ട് ആയിട്ടുണ്ട്. അതിന് എനിക്ക് ഒരെണ്ണം കണക്ട് ആയത്, നമ്മൾ പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ അത് പേര് സ്റ്റോർ ആവും, മറ്റേ കൺസെപ്റ്റുള്ള സ്റ്റോർ ആണെന്ന് പറഞ്ഞത്. അതുപോലെ പുതിയതായിട്ട് നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു ഗ്ലിച്ച് ഉണ്ട്, കുറേ പേർക്ക് സംഭവിച്ചിട്ടുണ്ടാവും. അതിനെ പുതിയ സ്കില്ല് പഠിക്കുമ്പോൾ പുതിയ സ്കില്ലോ എന്തോ ഒരു പുതിയ കാര്യം നമുക്ക് കിട്ടി. ബാർഡർ മെയിൻ ഓഫ് എഫക്റ്റ് എന്നാണ് പറയുന്നത്. എന്തായിരുന്നു? ബാർഡർ മെയിൻ ഓഫ് ഫിനോമിനൻ. ബാർഡർ മെയിൻ ഓഫ് ഫിനോമിനൻ. മെയിൻ ഓഫ് ഫിനോമിനൻ. എന്റെ പൊന്നോ, ഫ്രീക്വൻസി ഇല്യൂഷൻ ചെറുതായിട്ട് പറയാം, അതായിരിക്കും നല്ലത്. ആ പേര് ഓർത്ത് വയ്ക്കുന്ന ബെറ്റർ, ഫ്രീക്വൻസി ഇല്യൂഷൻ. ഇതെന്റെ ലെക്സമേൽ കയറിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, ആ കോൺസെപ്റ്റ് എന്തായാലും തലേ കയറും. അതായത് എവിടെ നോക്കിയാലും ഇത് തന്നെ തോന്നും നമുക്ക്. ഇതെന്താ എവിടെ നോക്കിയാലും ഇത് തന്നെ ആണല്ലോ എന്ന് തോന്നാറുണ്ട്. അത് എന്തിനാണ് ഇവിടെ തോന്നുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, എന്ത് കാര്യത്തിനാണ്. മനസ്സിലായി. നമ്മൾ അതിനെ പറ്റി ചിന്തിക്കുമ്പോൾ റെഡ് കാർ തിയറി പോലെ തന്നെ കുറെ അതേപോലെ തന്നെ ഒരു സാധനം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പുതിയതായിട്ടൊരു വാക്ക് പഠിച്ചു, പ്രൊക്രാസ്റ്റിനേഷൻ. നാളത്തേക്ക് തള്ളി വയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അന്ന് വൈകുന്നേരം പത്രം വെറുതെ നോക്കിയ സമയത്ത് അവിടെ ഈ വാക്ക് കണ്ടു, പ്രൊക്രാസ്റ്റിനേഷൻ. ഇതെന്താ പ്രൊക്രാസ്റ്റിനകത്ത്? രണ്ടാമത് നമ്മൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുത്തൻ പോസ്റ്റ് ചെയ്തിരിക്കണം പ്രൊക്രാസ്റ്റിനേഷൻ. പിന്നെ ഇവിടെ എന്ത് ചെയ്താലും ഇപ്പോൾ കുറെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 2-3 പ്രാവശ്യം അത് കണ്ടു എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ ഞാൻ കണ്ടതിന് ശേഷം ഇത് മൊത്തം ഈ വാക്ക് തന്നെയാണല്ലോ ഇത് സംഭവം. അപ്പോൾ സത്യം പറഞ്ഞ് ഇതിനകത്ത് എന്തോ എവിടെയോ തകരാറ് പോലെ തോന്നാറുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ വാക്കുകളോ അല്ലെങ്കിൽ പുതിയ കാര്യം ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. നമുക്കിത് പുതിയതായിട്ട് നമ്മൾ പഠിച്ച സമയത്ത് ബ്രെയിന് ഓൾറെഡി എന്താ ചെയ്തു കഴിഞ്ഞാൽ, പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് ആ സാധനത്തിന് ഹൈ പ്രയോറിറ്റൈസ് കൊടുക്കും. ഓക്കെ, ഓൾറെഡി അത് അവിടെ ഉള്ള ആ വാക്കിനെയോ ആ കാര്യത്തിനെയോ അത് നമുക്ക് ആവശ്യമില്ലാത്തൊരു ഡാറ്റ ആയിട്ട് നോയ്സ് ആണെന്ന് വിചാരിച്ചിട്ട് ഇതിനെ ഇഗ്നോർ ചെയ്ത് കളയും. നമുക്ക് ആവശ്യമില്ല. പക്ഷെ നമ്മളത് പഠിച്ചതിന് ശേഷം ബ്രെയിൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെ അത് കണ്ടാലോ ഒബ്സർവ് ചെയ്യും, കൂടുതൽ ശ്രദ്ധ കൊടുക്കും അതിലേക്ക്. അതിനെയാണ് ഇതിനെ സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുന്നത്. സെലക്റ്റീവ് അറ്റൻഷൻ കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് അറിയുന്നതുകൊണ്ട് പിന്നെയും വന്ന് നമുക്ക് തോന്നും. ഇത് കൺഫേം ചെയ്യണം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, അത് കൺഫർമേഷൻ ബയസ് വെച്ചിട്ടാണ്. അത് ഞാൻ 2 പ്രാവശ്യം നമ്മളത് 2 പ്രാവശ്യം നമ്മളത് റിപ്പീറ്റ് ചെയ്ത് കണ്ടു. അപ്പോൾ നമ്മുടെ ബ്രെയിൻ വിചാരിക്കും ഇത് സത്യമാണ്, ഞാനിത് അറിഞ്ഞതിന് ശേഷം ഇത് എല്ലായിടത്തും വന്നിട്ടുണ്ട്, അതുകൊണ്ട് സത്യമാണെന്ന് വിചാരിക്കും. രണ്ടാമത്തെ നീ പറഞ്ഞാൽ, അതായത് ഓർമ്മകൾ ഇതിലേക്ക് കൺഫർമേഷൻ ബയസ് കണക്ട് ചെയ്തത് അടിപൊളിയായിട്ടോ. ബിക്കോസ് നമ്മൾ ഒരു കാര്യം പഠിച്ചതിന് ശേഷം പിന്നെ നമ്മൾക്കൊരു 2-3 എക്സാമ്പിൾസ് വഴി അത് പ്രൂഫ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കാര്യം ബ്രെയിനിൽ സ്റ്റോർ ആവും. അതാണ് സത്യം നമ്മൾ വിചാരിക്കും. പക്ഷെ അത് കൺഫർമേഷൻ ബയസ് ആണ് സംഭവിക്കുന്നത്, നമ്മൾ അറിയുന്നില്ല. ഇനി നീ പറഞ്ഞില്ലേ ഓർമ്മകൾ നമ്മൾ എടുക്കാന്ന് പറഞ്ഞു, റിട്രീവ് എടുക്കാന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഓർമ്മകൾ റിട്രീവ് ചെയ്തെടുക്കുന്ന സമയത്ത് തെറ്റായിട്ട് നമ്മുടെ ബ്രെയിന് പ്രൊസീഡ് ചെയ്ത് തരുന്നുണ്ട്. അതിനെയാണ് മണ്ടേല എഫക്റ്റ് എന്ന് പറയുക.
മണ്ടേല എഫക്ട്, നെൽസൺ മണ്ടേലയുടെ ബന്ധമുള്ള എഫക്ട് കറക്റ്റ് ബന്ധമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളി എല്ലാവരും വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു 1980 മറ്റേ പ്രിസണിലായപ്പോൾ മരിച്ചു എന്നാണ്. പക്ഷേ ആക്ച്വലി അയാൾ ഇപ്പോൾ പുറത്ത് വന്നു 2013 മരിക്കണത്. അപ്പോൾ പക്ഷേ ആൾക്കാരെ ഈ റിട്രീവ് ചെയ്തെടുത്തിരിക്കുന്നത് എപ്പോഴും 80 അർത്ഥത്തിലാണ്. ഇത് നമുക്ക് എവിടെ മനസ്സിലാക്കി പറ്റിയ റിയൽ ലൈഫിൽ മനസ്സിലാക്കി പറ്റി കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോയി നമ്മളൊരു ഇൻസിഡൻറ്റ് സംഭവിച്ചു, എന്തോ ഒരു ഫണ്ണി ഇൻസിഡൻറ്റ് സംഭവിച്ചു. കുറേ കാലം 2-3 വർഷം കഴിഞ്ഞപ്പോൾ നമുക്കിത് ആരോട് ഷെയർ ചെയ്യണം. നമുക്ക് കോമൺ ഫ്രണ്ടിനോട് നമ്മൾ പറയുകയാണ്, എടാ അന്ന് ഇങ്ങനെ പോയ സമയത്ത് തീക്കട വിറ്റുണ്ടായിന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ ഈ ഓർമ്മ നമുക്കറിയാം സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെന്നറിയാം. പക്ഷെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ തെറ്റായിട്ട് ഓർമ്മപ്പെടുത്തി തരും, നമ്മുടെ ഇമാജിനേഷനിലും കൂടെ കൊണ്ടുവന്ന് തരും. അന്ന് സംഭവിച്ച കാര്യത്തിൽ നിന്ന് വിപരീതം. മസാല ചേർക്കല്ല, മസാല ചേർക്കാൻ നമ്മൾ ഫണ്ണി ചെയ്യാൻ വേണ്ടി നമുക്ക് കാര്യങ്ങൾ അറിയാം. പക്ഷെ ഇത് ആഡ് ചെയ്യുന്ന പരിപാടിയല്ല, പക്ഷെ നമ്മൾ പോലും അറിയാതെ അതായത് അന്ന് സംഭവിച്ച കാര്യത്തിന് ഇവം നമ്മൾ പറഞ്ഞു വരുമ്പോൾ തെറ്റായി മാറും. അപ്പോൾ നമ്മൾ പൊതുവെ എന്താ വെച്ചാൽ എന്തെങ്കിലും പറയട്ടെ എന്ന് വിചാരിച്ച് അവസാനിപ്പിച്ച് വിടുന്നത്. അപ്പോൾ നമുക്ക് ഓർമ്മയില്ലാത്താണെങ്കിൽ അവിടെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഓർമ്മയുള്ളതാണെങ്കിൽ അങ്ങനെ അല്ല എന്ന് പിന്നെ വേറൊരു കാര്യം കൂടെ ഉള്ളത്, നമ്മൾക്ക് അങ്ങനെ ഒരു അറിയാതെ ഒരു ഫീലിംഗ് വന്നു എന്ന് വിചാരിക്കാം. ഇപ്പം ഞാൻ നിന്റെ അടുത്ത് മുന്നേ നടന്നൊരു ഫണ്ണി ആയിട്ടുള്ള ഇൻസിഡന്റ് നമ്മൾ പറയുമ്പോൾ നമുക്ക് അറിയാതെ അത് പറയാനുള്ള ടെൻഡൻസി വന്നു, പിന്നെ നമ്മളത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി നമുക്ക് കുറവായിരിക്കും. നമ്മൾ അതങ്ങോട്ട് പറഞ്ഞു തീർക്കും, പറയണേ, കാരണം നമ്മൾ തെറ്റാണെങ്കിലും പറഞ്ഞു തീർക്കും. വൈ? ബിക്കോസ് ഒന്ന് അത് ആഡഡ് മസാലയാണ്, നമ്മൾ അറിയാതെ വന്ന ആഡഡ് മസാലയാണ്. അപ്പൊ നമുക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ നരേഷൻ അത് കുറച്ചുകൂടെ ഒന്ന് ബൂസ്റ്റപ്പ് ആവുന്ന ഒരു ഫീലിംഗ് കൂടെ നമുക്കുണ്ട്. നമ്മളുടേതായിട്ടുള്ള കയ്യിൽ നിന്ന് കുറച്ച് ആഡ് ചെയ്യുമല്ലോ, അതുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞു തീർക്കും. ഞാൻ ഈ ബ്രെയിൻ ഗ്ലിച്ചിനെ പഠിച്ച സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടൊരു ക്യൂരിയോസിറ്റി ഇൻട്രസ്റ്റ് തോന്നിയൊരു ഗ്ലിച്ചും കൂടെ. വാട്ട് ഈസ് ദാറ്റ്? നമ്മൾ പാരിഡോളിയ എന്ന് പറയുന്നത്. പാരിഡോളിയ നീ കൊണ്ടുവന്ന മുഴുവൻ എന്റെ ലക്ഷ്യമേ പൊട്ടിത്തെറിക്കും, ഇതൊന്നും എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. പാരിഡോളിയ അത് നമുക്ക് ഒന്നുകൂടെ പറഞ്ഞ പാരിഡോളിയ പാരിഡോണിയ ഡോളിയ പാരിഡോളിയ ഇത് പാരിഡോളിയ. ഇത് നമുക്ക് എങ്ങനെ റിലേറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വസ്തുക്കളില്ലേ, അതായത് ഒരു ബന്ധമില്ലാത്ത വസ്തുക്കളിൽ നമ്മൾ പല രൂപങ്ങളും ഇമാജിൻ ചെയ്തെടുക്കും. എക്സാമ്പിൾ പറഞ്ഞുതരാം. പാറ്റേൺ റെക്കഗ്നിഷൻ പോലെ. അതായത് നമ്മളിപ്പോൾ മേഘങ്ങളെ കണ്ടു, ഇത് മുയലിനെ പോലെ ഉണ്ടല്ലോ, ഇതിന് ആനേനെ പോലെ എല്ലാവരും കണക്ട് ചെയ്യുന്ന സംഭവമാണ്. ചെറിയ കുട്ടികൾക്കും നമുക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ പാറ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇതിലെന്തെങ്കിലും മൃഗങ്ങളുടെ ഷേപ്പോ മനുഷ്യന്റെ ഷേപ്പോ നമ്മൾ കണ്ടുപിടിക്കും, ഇയാളുടെ മുഖം പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് പണ്ട്, അതായത് സർവൈവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ത്രെട്ട് അനലൈസ് ചെയ്യുന്നത് ഈ മൃഗങ്ങളുടെ മുഖവും പിന്നെ മനുഷ്യന്റെ മുഖമൊക്കെ അത് റെക്കഗ്നൈസ് ചെയ്യും, കറക്റ്റ് റെക്കഗ്നൈസ് ചെയ്യും. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന് ഇത് ഇവല്യൂഷൻ വന്ന സമയത്ത് ഇതങ്ങോട്ട് ഫീഡായി ബ്രെയിനിൽ അങ്ങോട്ട് കുത്തി നിറഞ്ഞു. അപ്പൊ നമ്മള് കറക്റ്റാ ഒരാളെ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സാധനം കാണുമ്പോൾ നമ്മളെന്താ നമ്മളെ രൂപം സങ്കല്പിക്കും. ഒരു പാറ കണ്ടിട്ട് അതൊരു പുലിയുടെ ഷേപ്പായിട്ട് തോന്നുമ്പോൾ അത് പുലി ആവാനും പുലി ആവാതിരിക്കാനും ഉള്ള സാധ്യത ഉണ്ട്. അത് പുലിയാണ് എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ബാക്കിലോട്ട് പോയ ആൾക്കാരാണ് സർവൈവ് ചെയ്തത്. അത് പുലി അല്ല, അത് പാറയാണെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയി ആക്ച്വലി അത് ശരിക്കും പുലിയാണെങ്കിൽ ആ ബ്രെയിനിലുള്ള ആൾക്കാർ സർവൈവ് ചെയ്യില്ല, പുലി അവനെ തീർത്തിട്ടുണ്ടാവും. സോ ആ ഒരു ത്രെട്ട് അനലൈസ് ചെയ്തിട്ട് ആ ത്രെട്ട് പോലെയുള്ള ഒരു സംഭവത്തിനെ ത്രെട്ടാണ് എന്ന് മനസ്സിലാക്കിയ ആൾക്കാർ മാത്രം സർവൈവ് ചെയ്തു. അങ്ങനെ സർവൈവ് ചെയ്ത ആളുകളുടെ ജനറേഷൻ കണ്ടിന്യൂ ആണ് നമ്മുടെ ഈ ബ്രെയിൻ ഫോം ചെയ്തിരിക്കുന്നത്. ഡെഫിനറ്റ്ലി നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ വലിയ എന്തായാലും വിചാരിക്കുന്നുണ്ട് അതൊരു ഗ്ലിച്ചാണ്, അത് ഒറിജിനലൊന്നും അല്ല. അടുത്ത തവണ ഈ പറഞ്ഞ ഗ്ലിച്ചസിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് ടെൻഷൻ അടിക്കാതെ, ഇതൊക്കെ ബ്രെയിനിന് സംഭവിക്കുന്ന ഒരു സാധാരണമായിട്ടുള്ള കാര്യമാണ്, ഇവിടെ കേരളത്തിലിരിക്കുന്ന എനിക്കും ഇത് സംഭവിക്കും, അങ്ങ് അമേരിക്കയിലും ഇംഗ്ലണ്ടിലുള്ളൊക്കെ ഏതൊരു സായിപ്പിനും ഇത് സംഭവിക്കും. എല്ലാവരുടെ ബ്രെയിനിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ ഗ്ലിച്ചസാണിത്. അതിനെ തലയിൽ കയറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടാമതൊരു പോയിന്റ്, നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ളൊരു സൂപ്പർ കമ്പ്യൂട്ടറാണ്. ഏതൊരു സൂപ്പർ കമ്പ്യൂട്ടറിനും കുറച്ച് നേരം, ഒരു 3-4 സെക്കൻഡ് സിങ്ക് ചെയ്യാൻ കുറച്ച് സമയം വേണം. അതിന് ആ സമയം കൊടുത്താൽ അത് സിങ്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഫുള്ളി ഫങ്ഷനിലാവും. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്കൊരു കാര്യം ഓർത്തെടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഒരുപാട് സ്ട്രെസ് ചെയ്തിട്ട് നീ ഇപ്പം തന്നെ അത് എടുത്തിട്ട് വന്ന് പറയുന്നതിന് പകരം ഒന്ന് കാമായി റിലാക്സ് ചെയ്ത് കോർട്ടിസോൾ ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡാറ്റ കമ്പ്യൂട്ടർ തരും. ഫൈനലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ട് കൂടെ പറഞ്ഞിട്ട് വി വിൽ കൺക്ലൂഡ് ദിസ്. നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നമ്മളുടെ ബ്രെയിനാണ് നമ്മുടെ തോട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്.
പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല. നമ്മളുടെ ചിന്തകളാണ് നമ്മളുടെ ബ്രെയിനിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ നല്ല ചിന്തകളും വളരെ ഡീപ്പായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ അനലൈസ് ചെയ്യാനുള്ള റാഷണൽ ലോജിക്കൽ എബിലിറ്റി ബിൽഡ് ചെയ്താൽ നമ്മുടെ ബ്രെയിൻ അനുസരിച്ച് പ്ലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്ത് ബ്രെയിൻ ഡെവലപ്പായി വരും. സോ നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ബ്രെയിനിനെ ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലാതെ നിങ്ങളുടെ ബ്രെയിൻ അല്ല നിങ്ങളുടെ ചിന്തകൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഭയങ്കര ട്രിക്കി സാധനമാണ്. ഓക്കെ, എനിവേ we will come up with next episode. Thanks for watching. Wishing everyone a very positive weekend. Bye.